എനിക്ക് ഡിവോഴ്സ് വേണം. നിന്നെ ഇനി ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ബാലു ഇക്കാര്യം ഡിക്കയോട് സംസാരിച്ചോ? ഡിക്കയോട് ഞാൻ എന്തിനു സംസാരിക്കണം? എന്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള കാര്യം ഞാൻ അറിഞ്ഞ പോരെ. എന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ എനിക്കാണ് അവകാശം. ഇതൊക്കെ ഡിക്കയോട് ചോദിക്കുന്നത് എന്തിനാ? ഇത് അവസാനത്തെ തീരുമാനമാണ്. അതെ. എന്നാലേ ഞാൻ എന്റെ തീരുമാനം പറയാം. ഈ ജന്മത്ത് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യില്ല. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് ബാലു സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിങ്ങളുടെ ഈ തീരുമാനത്തിന് പിന്നില് ആരുടെയൊക്കെ കുത്തിത്തിരിപ്പാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനത് അംഗീകരിച്ച് തരാൻ പോകുന്നില്ല ബാലു. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ അമരാവതിയിൽ നിങ്ങളുടെ ഒപ്പം തന്നെ ജീവിക്കും. നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. എനിക്ക് ഡിവോഴ്സ് തരാൻ മനസ്സില്ലാന്ന് നിങ്ങളുടെ ഉള്ളിൽ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി തന്നവരോടെ ചെന്ന് പറഞ്ഞേക്ക്. എന്നോട് ആരും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. ഡിവോഴ്സ് വേണമെന്നുള്ളത് എന്റെ തീരുമാനോ. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളായി പോയല്ലോ ബാലു. ഒരു പെണ്ണിനെ ഡിവോഴ്സ് ചെയ്യാൻ കൃത്യമായ കാരണങ്ങൾ വേണം. അതറിയോ ബാലുവിന്? എന്നെ ഡിവോഴ്സ് ചെയ്യാൻ എന്ത് കാരണം ബാലു കോടതിയിൽ പറയാൻ പോകുന്നത്? ഞാനൊരു ചീത്ത പെൺകുട്ടിയാണെന്ന്? അതോ എനിക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നാണോ? അതൊരു ഭാര്യയുടെ കടമകൾ നിർവഹിക്കാൻ എനിക്ക് ശേഷിയില്ലെന്നാണോ? കോടതിക്ക് മുന്നിൽ നിങ്ങൾ എന്ത് കാരണം പറയും? വിവാഹം ഈശ്വരൻ തീരുമാനിക്കുന്നതാ ബാലു. ബാലു എന്റെ കഴുത്തിൽ അണിയിച്ച താലിയിൽ ദൈവികമായൊരു സത്യമുണ്ട്. അതിനെ ബാലു തന്നെ നിഷേധിച്ച ജീവിതത്തിൽ എന്തെങ്കിലും ബാലുവിന് സമാധാനം കിട്ടോ? നീ എന്നെന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നുവോ അന്ന് എനിക്ക് സമാധാനം കിട്ടൂ. തോന്നല ബാലു. കയ്യിലിരിക്കുന്ന ജീവിതവും സന്തോഷവും കളഞ്ഞ് പുതിയ സന്തോഷവും ജീവിതവും അന്വേഷിച്ചു പോയവരൊക്കെ അവസാനം കരഞ്ഞു വിളിച്ച് തിരിച്ചു വന്ന ചരിത്രമേ ഉള്ളൂ. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. അങ്ങനെ സഹിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും ബാലുവിന്റെ കൂടെ ഈ ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാ എന്റെ അച്ഛൻ നിങ്ങൾക്ക് എന്നെ കൈ പിടിച്ച് തന്നത്. അല്ലാതെ പാതി വഴിയിൽ എന്നെ ഉപേക്ഷിച്ച് കളയാനല്ല. ഇനി എന്നോട് ഈ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ ചിലപ്പോ ഉറങ്ങിക്കിടക്കുമ്പോ വല്ല കത്തിയെടുത്ത് നിങ്ങളുടെ കഴുത്ത് ഞാൻ വെട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ കൊല്ലും. എടാ, കേട്ടില്ലടാ ഇവള് പറയുന്ന? ഇവളെന്നെ കൊല്ലൂന്ന്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ കത്തി എടുത്ത് എന്റെ കഴുത്ത് കണ്ടിച്ച് കൊല്ലൂന്ന്. എടാ നീ പറ, ഞാൻ എങ്ങനെ ഇവളുടെ കൂടെ വിശ്വസിച്ച് കിടന്നുറങ്ങും? ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കും? നീ പറ, എനിക്ക് ഡിവോഴ്സ് വേണം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഒന്ന് വന്നേ. എന്താ? അതൊക്കെയുണ്ട്, നീ വാ പറയാം. ഡിവോഴ്സ് വേണം പോലും. ഡിവോഴ്സ് പേപ്പർ കൊണ്ടിങ്ങ് വാ. ഞങ്ങൾ എന്ത് ചെയ്യണം ഡി കെ? അവന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല.
അവനെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അവനൊന്നും ചെയ്യില്ല. ഒരു ഭീരുവിന്റെ ഭീഷണി മാത്രമാണ് അവൻ്റേത്. എങ്കിലും മകന്റെ ജീവനെ ഓർത്തുള്ള നിങ്ങളുടെ ഭയം ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഈ കല്യാണവുമായി മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ കല്യാണം ഇവിടെ നിർത്തിവെക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ ധൈര്യം കാണിക്കുന്നിടത്ത് കാണിച്ചില്ലെങ്കിൽ തോൽവിയായിരിക്കും ഫലം. നിങ്ങളെന്തായാലും ആലോചിച്ചൊരു തീരുമാനം പറ. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് അവന്റെ ജീവനോ ജീവിതത്തിനോ ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവനെ ഞാൻ സംരക്ഷിക്കും. ഇതെന്റെ വാക്കാ. മതി, എനിക്ക് ഈ ഉറപ്പ് മതി. തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വിവാഹം നടത്താം. പേടിക്കണ്ട, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല. വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ. ശരി DK, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. ശരി ശരി. ഇപ്പോ ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചിട്ട് പോണം. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ മാറിയേ, എനിക്ക് പോണം. പോലീസുകാരോട് കളിക്കാൻ നിൽക്കല്ലേ രാജീവേ. നീ ഇറങ്ങുന്നോ അതോ ഞാൻ പിടിച്ചിറങ്ങണം? നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? ഞാനും നിങ്ങൾ നമ്മൾ യാതൊരു ബന്ധവുമില്ല. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അയ്യേ, എടാ, ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വന്നതല്ല, നിന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ വന്നതാ. പന്ത് ഇപ്പൊ നിന്റെ കോർട്ടില. ഗോൾ അടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാ. ഇനി എന്റെ പോസ്റ്റിലേക്ക് നീ ഗോൾ അടിച്ച നിന്റെ ചീട്ട് ഞാൻ കീറും. എടാ, അവൾ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നറിയോ നിനക്ക്? എന്നോടുള്ള സ്നേഹം കൊണ്ടാ. രാജീവേ, നിന്നോട് എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ പ്രിയ, അവളെ എനിക്ക് വേണം. ഇടാ, അവക്ക് ഞാനില്ല ജീവിക്കാൻ പറ്റില്ലടാ. അത് മനസ്സിലാക്ക്. അതുകൊണ്ടാ അവൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞത്. എന്നെ വേണ്ടെന്നല്ല പ്രിയ പറഞ്ഞത്. അവൾക്കിനി കല്യാണമേ വേണ്ടെന്നാ പറഞ്ഞത്. അത്രമാത്രം അവൾ ജീവിതത്തെ വെറുത്തു നിങ്ങൾ കാരണം. അവൾക്ക് നിങ്ങളെ കാണുന്നതേ വെറുപ്പാണ്. അത് നീയാണോടാ തീരുമാനിക്കുന്നത്? ഒരു തവണ നിനക്ക് ഞാൻ വാണിംഗ് തന്നതാ. ഇതിപ്പോ 2ാം തവണയാണ് ഞാൻ നിന്നോട് വേദം ഓതുന്നത്. ഈ കല്യാണത്തിൽ നിന്ന് അവള് പിന്മാറി, നീയും പിന്മാറണം. ഇനി ആലോചനയായിട്ട് മുന്നോട്ട് പോകരുതെന്ന് നിന്റെ തന്തയോടും തള്ളയോടും പറഞ്ഞേക്കണം. അല്ലെങ്കിൽ മകന്റെ ശവം കണ്ട് അവർക്ക് നിലവിളിക്കേണ്ടി വരും. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുതേ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മോന്റെ അച്ഛനോടും അമ്മയോടും. നിന്റെ ജീവൻ നിനക്കെത്ര വലുതാണെന്ന്. ഇത് മോന്റെ ജീവന്റെ താക്കോല. നമ്മളെന്താ ഇവിടെ? ഇറങ്ങ്, പറയാം. ആഹാ, രാജീവോ? എന്താ ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നോ? ഓ, അത് ശരി. അപ്പൊ
അപ്പൊ എനിക്കിട്ട് പണി തന്നതല്ലേ? രാജീവ് വന്നിട്ട് അധിക നേരം ആയോ? ഇല്ല സർ, എത്തിയതേ ഉള്ളൂ. എന്താ വിളിച്ച? സാറേന്നോ? ഏട്ടൻ അങ്ങനെ വിളിച്ചാ മതി. ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ഏട്ടൻ എന്നല്ലേ വിളിക്കുക? ഈ വിവാഹത്തിന് രാജീവിന് എന്തെങ്കിലും ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. രാജീവിനെ പോലെ സ്നേഹമുള്ളൊരു പയ്യനെ പ്രിയക്ക് കിട്ടണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന മുഴുവൻ. അവിനാഷ് രാജീവിനെ കണ്ടവരും ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ ഞാനൊന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. എന്നോട് വലിയ ഭീഷണിയുടെ സ്വരത്തിലാ സംസാരിച്ചത്. അവനൊരു ദുഷ്ടനാ രാജീവ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പൂർവ്വ കാമുകനെന്നും പറഞ്ഞ് ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തിയ രാജീവ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നാ അവൻ കരുതിയിരിക്കുന്നത്. പ്രിയ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആളിനെപ്പറ്റി എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നോ? ആളൊരു സൈക്കോ ആണെന്ന് എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നിയിരുന്നു. സൂക്ഷിക്കേണ്ട ആള് തന്നെയാ അവൻ. എനിക്കറിയാം. സൂര്യ അമരാവതിയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട കാര്യമൊക്കെ പ്രിയ പറഞ്ഞിരുന്നു. പേടിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ കാരണം ഒരു കുഴപ്പവും സംഭവിക്കില്ല. എന്താ പറഞ്ഞത്? തോറ്റു തുന്നും പാടിയെന്നോ? എന്റെ കല്യാണം നടന്ന ആ ദിവസം ചേച്ചി അവിടുന്ന് കൊണ്ടുപോരണോന്ന് പറഞ്ഞത് ഈ DK അല്ലേ? അതെ. ആ വാക്ക് ഹിറ്റ്ലറിനെ കൊണ്ട് തന്നെ ഞാൻ മാറ്റിച്ചു. എങ്ങനെ? അതൊക്കെ ഉണ്ട്. ഇനി അച്ഛന് സന്തോഷമായിട്ടിരിക്കാം. എന്റെ കല്യാണം നടന്നാലും ജീവിതകാലം മുഴുവൻ അച്ഛന്റെ മകൾ അമരാവതിയിൽ തന്നെ ഉണ്ടാവും, DKയുടെ ഭാര്യയായിട്ട്. ആ വാക്ക് DK എനിക്ക് തന്നിട്ടുണ്ട്. സത്യമാണോ മോളെ? അതെ അച്ഛാ, സത്യമാ. എന്റെ ചേച്ചിയുടെ കഴുത്തിലെ താലി ഞാൻ കാരണം ഒരിക്കലും നഷ്ടപ്പെടില്ല. മരണം വരെ എന്റെ ചേച്ചി ഹിറ്റ്ലറിന്റെ ഭാര്യയായിട്ട് തന്നെ ഇരിക്കും. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്താ സാറേ, എന്തു പറ്റി? എല്ലാം എന്റെ വഴിക്ക് വരുമെന്ന് ഏതാണ്ട് ഞാൻ ഉറപ്പിച്ചതാ. പ്രിയ വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ ഇപ്പൊ എന്റെ എല്ലാ കണക്കൂട്ടലും തെറ്റി. ആ റാസ്കൽ DK, അയാള് പോയി അവളെ കൊണ്ട് പിന്നെ ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. അപ്പോ സാറിന്റെ ആഗ്രഹം നടക്കത്തില്ല അല്ല സാറേ? നടക്കും. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഞാൻ തീരുമാനിച്ചത് മാത്രമേ നടക്കൂ. അതിനെ പെണ്ണും കൂടെ സമ്മതിക്കണ്ട സാറേ. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാറിന് ഈ ലോകത്ത് സുന്ദരികളെ എത്രയോ പെൺകുട്ടികൾ വേറെ കിട്ടും. ചുമ്മാ എന്തിനാ സാറേ ഇതിന്റെ പിറകെ നടന്ന് സമയം കളയുന്നെ? എടാ, നീ ഇപ്പൊ ചോദിച്ച ചോദ്യം ഒരുപാട് പേരിനോട് ചോദിച്ചതാ. പലവട്ടം ഞാൻ എന്നോടും ചോദിച്ചു. പക്ഷേ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്, ഇതുപോലെ ഉത്തരം കിട്ടാതെ ഉള്ളിന്റെ ഉള്ളിലൊരു നീറ്റലായിട്ട് കിടക്കും. പ്രിയയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തു, അതുകൊണ്ട് അവൾ സമ്മതിച്ചത്. എന്ത് വാക്ക്? എത്ര കാലം വേണമെങ്കിലും ജ്യോതിക്ക് അമരാവതിയിൽ എന്റെ ഭാര്യാസ്ഥാനത്ത് ജീവിക്കാമെന്ന വാക്ക്. അല്ല, നീ എന്താ പറഞ്ഞത്? അവിടെ ഈ വീട്ടിൽ എത്ര കാലം നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം എന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കാൻ അനുവദിക്കാമെന്ന് ഞാൻ പ്രിയയ്ക്ക് വാക്കുകൊടുത്തു. മൈ ലിറ്റിൽ കണ്ണാ,
ഇപ്പഴും ഞാൻ ഹാപ്പി ആയത്. താങ്ക് യു മൈ സൺ. ഐ ആം പ്രൗഡ് ഓഫ് യു. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്ന പോലെ അവളുമായൊരു കുടുംബജീവിതം ഈ ജന്മത്തുണ്ടാവില്ല. അതുകൂടി അമ്മയുടെ ലിറ്റിൽ കണ്ണനോടൊന്ന് പറഞ്ഞേക്ക്. അതെ, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. അത് ശരി. അപ്പോ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി. ജീവിതകാലം മുഴുവൻ അവൾ ഈ അമരാവതിയിൽ തന്നെ കാണും. എന്തൊരു മണ്ടനായി ഡേക്ക്. അനിയത്തിയുടെ കല്യാണം നടത്താൻ ചേട്ടത്തിയെ ജീവിതകാലം മുഴുവൻ സഹിക്കാമെന്ന് വാക്ക് കൊടുത്തു പോലും. മാറിപ്പോയി. ഡേക്ക് വല്ലാതെ മാറിപ്പോയി. ഇനി സൂക്ഷിക്കണം. മൈലിക്ക് കണ്ണ, ഞാൻ ഹാപ്പിയായി. മരണം വരെ ബേട്ടി എന്റെ കൂടെ തന്നെ നിൽക്കാൻ നീ ഹെൽപ്പ് ചെയ്തല്ലോ കണ്ണ. ഇനി എല്ലാം ഓക്കെ ആയിക്കോളും. താങ്ക് യു കണ്ണ. അധികം ലേറ്റ് ആകാതെ ഒരു ലിറ്റിൽ ഡേക്കേ കൂടെ അവർക്ക് കൊടുക്കണേ കണ്ണ. കണ്ണടയും മുമ്പ് എനിക്ക് ആ കാഴ്ച കൂടി ഒന്ന് കാണിച്ചു തരണേ എന്റെ കണ്ണ. യു ആർ ഒൺലി മൈ രക്ഷ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹലോ. ആ ചേച്ചി, ഇപ്പൊ ചേച്ചിക്ക് സന്തോഷായില്ലേ? അച്ഛൻ വിളിച്ച് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? പറഞ്ഞായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ DK ചേച്ചി സ്വീകരിക്കും. ചേച്ചിയുടെ ഉള്ളിലെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ DKക്ക് ഇനി കഴിയില്ല ചേച്ചി. സുപ്രിയയുടെ മുഖം DKയുടെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. DKയുടെ ഉള്ളിൽ ചേച്ചിയോട് സ്നേഹം. DKയുടെ വാക്കുകളിൽ ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ല മോളെ. സുപ്രിയ മറന്ന് DK എന്നെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു വിദൂര സ്വപ്നം പോലും എനിക്കില്ല. പക്ഷേ DK എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ചേച്ചിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അമരാവതിയിൽ ചേച്ചിക്ക് താമസിക്കാം, അതും DKയുടെ ഭാര്യയായിട്ട്. അതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പറയുന്ന വാക്കിന് സ്വന്തം ജീവന്റെ വില നൽകുന്ന ആളല്ലേ ചേച്ചിയുടെ ഭർത്താവ്. അപ്പോ എനിക്ക് തന്ന വാക്കും DK തെറ്റിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കുന്നത് ഞാൻ കാണും. എനിക്ക് ഉറപ്പാ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ചേച്ചിക്കുണ്ടാവുന്ന ആദ്യത്തെ കുഞ്ഞിന് എന്റെ പേരിട്ടാ മതി. താരേച്ചിക്ക് കഥ എഴുതാൻ നല്ല കഴിവുണ്ട്. ഇതുപോലെ എന്ത് കാര്യവും നല്ല ഈസിയായി സങ്കല്പിച്ചെടുക്കാൻ പറ്റും. നാണമില്ലേ നിങ്ങൾക്ക് രണ്ടിനും ഇതുപോലുള്ള വൃത്തികെട്ട കഥകൾ ഉണ്ടാക്കാൻ? ഇതറിഞ്ഞ നിമിഷം മുതൽ ആ പാവത്തിന്റെ നെഞ്ചിരിക്കുന്നത് കണ്ടവളാ ഞാൻ. എന്നിട്ടും ജ്യോതിയുടെ പ്ലാനിംഗ് ആണ് പോലും. കഷ്ടം. എന്തൊരു ദുഷ്ട ജന്മങ്ങളാ രണ്ടും. അധികം നെഗളിക്കേണ്ട നീ. അവളതൊക്കെ ചെയ്യും. അവൾക്കറിയാം DK വിചാരിച്ചാലല്ലാതെ അവൾക്കിനി അമ്മായിയമ്മ കളിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ലാന്ന്. അതിനവള് കളിച്ച കളിയായത്. ഇപ്പൊ എല്ലാം അവൾ ഉദ്ദേശിച്ച കടവിലെത്തി. നിനക്കും ഈ നാടകത്തിൽ മനസ്സറിവുണ്ടോടി? അതെ,
എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയിരുന്നെങ്കിൽ ആദ്യം തന്നെ ഞാനത് പറഞ്ഞു കൊടുത്തേനെ. പ്രിയയ്ക്ക് അവളുടെ ചേച്ചിയോടുള്ള സ്നേഹം സത്യമായതുകൊണ്ടാ അവൾ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചത്. അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മണ്ടന ഡീക്കെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജ്യോതിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോ സമനില തെറ്റി. സത്യത്തിലേ നിങ്ങൾ രണ്ടിനെയും വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കണം. മനോരോഗത്തിന് ചികിത്സിക്കണം. എടീ നിന്നെ ഞാൻ അതെ, കൂടുതൽ മൂപ്പിക്കല്ലേ. പണ്ട് നിങ്ങളുടെ മുന്നിൽ പേടിച്ചു നിന്ന പഴയ ചിത്രയല്ല ഞാൻ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാനൊരു ഫയല് ചോദിച്ചാ അത് തരണ്ടെന്നാ? ഞങ്ങളോട് ഇതുവരെ ഇയാൾ ഫയൽ ചോദിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കൂടെ ചോദിച്ചതാ മാഡം. ബാലു സാറ് തരാന്ന് പറഞ്ഞതുകൊണ്ടാ. കുമാർ പൊയ്ക്കോ. ശരി മാഡം. ആരുടെ കയ്യിലാ ആ ഫയല്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളുടെ അധികാരത്തിൽ ജ്യോതി കൈ കടത്തുന്നത് ശരിയല്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കറിയാം. പരാതി വല്ലതുണ്ടെങ്കിൽ ഡിക്കോട് ചെന്ന് പറയും. ഓ, എങ്കി പിന്നെ ഡിക്കയോട് സംസാരിച്ചിട്ട് മതി നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഇനി എത്ര കരഞ്ഞാലും കാല് പിടിച്ചാലും നിങ്ങളെ ഞാൻ ഈ ജന്മത്ത് വിവാഹം കഴിക്കില്ല. എന്റെ വിവാഹം തീരുമാനിച്ചു. രാജീവാണ് വരൻ. അയാളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും. അപ്പോ നീ തീരുമാനിച്ചു കഴിഞ്ഞു? കഴിഞ്ഞു. ഇനി മാറ്റമില്ല? ഇല്ല. അപ്പൊ നീ എന്നെ ഉപേക്ഷിച്ചു? അപ്പൊ ഞാൻ ഈ കാല് പിടിച്ചതും യാചിച്ചതൊക്കെ വെറുതെ? ഇത്രയും നാൾ നിന്നെ മനസ്സിൽ കൊണ്ടു നടന്നതും വെറുതെ? നിങ്ങൾ ഇനി എന്റെ ജീവിതത്തിലേ ഇല്ല. നിങ്ങളുടെ ഓർമ്മ പോലും എനിക്ക് ഉറപ്പാ. മതി മതി, എനിക്ക് വയ്യ. ഇനി ഞാൻ നിന്നെ തേടി വരില്ല. ശല്യപ്പെടുത്തിൽ. അമ്മേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഇവള് പറഞ്ഞതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇറങ്ങിപ്പോ. അതോ ഞാൻ ഇറക്കി വിടണോ? വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. പ്രിയേ, നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതി. താങ്ക്സ്. ബൈ ബൈ. ജ്യോതിയെ കിട്ടിയ മോളെ? കിട്ടിയച്ച. ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ അമരാവതി വരെ ഒന്ന് പോവുക. DK കണ്ട് കാര്യങ്ങൾ പറയുന്നതാ നല്ലത്. ഇവനിത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇവന് ഭ്രാന്താണോ ഇനി? അതെ അമ്മേ, ഞാൻ എന്ന് വെച്ച അയക്ക് ഭ്രാന്താണെന്ന് എനിക്കറിയാം. അവന്റെ ഭ്രാന്തിന് നിന്റെ ജീവിതം കുരുത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവൻ വേറെ എവിടെയെങ്കിലും പോയി ഭ്രാന്ത് കാണിക്കട്ടെ. എന്തായാലും ഞാൻ DK ഒന്ന് പോയി കാണട്ടെ. ഇരിക്കേട്ടത്തി, കുടിക്കാൻ എന്താ വേണ്ടത്? ടീ, കോഫി? അല്ല വേണ്ട. എന്തൊരു ചൂടാ ഈ സമയത്ത്. ജ്യൂസാ നല്ലത്. കല്യാണക്കാര് സംസാരിക്കുമ്പോ മധുരം നല്ലതാ. സിനി,
പെട്ടെന്ന് ഒരു തണുത്ത ജ്യൂസ് മേടിച്ചോ. നിക്കേ, മധുരം കുറച്ച് കൂട്ടിക്കോളാൻ പറ. ഇരിക്കു ചേച്ചി. ബഹുമാനാണോ? നമ്മള് ബന്ധുക്കളാകാൻ പോവല്ലേ, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇരിക്കുന്നില്ലേ? വേണ്ട. ഏട്ടത്തി ഇരിക്കുന്നില്ലെങ്കിൽ അനിയനും ഇരിക്കുന്നില്ല. സത്യം പറഞ്ഞ ജ്യോതിയോട് എങ്ങനെ നന്ദി പറയണമെന്ന. എന്തായാലും കല്യാണക്കാര് സംസാരിക്കാൻ ജ്യോതി നേരിട്ടിങ് വന്നല്ലോ, എനിക്ക് സന്തോഷായി. നിർത്തടാ. ഞാൻ നിനക്ക് കല്യാണം ആലോചിക്കാൻ വന്ന ബ്രോക്കറാണെന്ന് കരുതിയോ? അയ്യോ, അപ്പോ കല്യാണക്കാര് സംസാരിക്കാൻ വന്നല്ലേ? ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് പകരം നിന്റെ ശവോടൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരേ നാവ് കൊണ്ട് യാചനയും ഭീഷണിയും. പ്രിയെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ എന്റെ അച്ഛനെ നീ കൊല്ലും അല്ലേടാ? ഒന്ന് പതിയെ സംസാരിക്കേ, മറ്റുള്ളവര് കേട്ട് കഴിഞ്ഞാ ജ്യോതിക്കില്ല എന്റെ നാണക്കേട്. ഇനി എന്റെ കുടുംബത്തിന്റെ 7 അയലത്ത് വന്നു പോരുത്. നീ വന്നാ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കൊള്ളാം കൊള്ളാം, ആവേശം കൊള്ളാം. DK എന്നെ കാണാൻ വന്നിരുന്നു, ഹസ്ബൻഡേ. ഇതുപോലെ ആവേശത്തോടെ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയി. ഞാനതൊന്നും കാര്യമാക്കിയില്ല. ദേ ജ്യോതി, ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നൊന്നും ബുദ്ധിയല്ല. ബന്ധുക്കളാവാൻ പോകുന്ന നമ്മളെന്തിനാ വെറുതെ വഴക്കിടുന്നത്? അവളെങ്ങ അന്നേര്, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. രാജീവുമായി പ്രിയയുടെ കല്യാണം തീരുമാനിച്ചത് DK ആണെങ്കിൽ അത് നടന്നിരിക്കും. അത് തടയാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. എന്റെ അനിയത്തിയുടെ കല്യാണം മുടക്കാൻ നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമം ഉണ്ടായ അന്ന് നിന്റെ അവസാനമായിരിക്കും. സരോവരത്തിൽ നിന്നും അമരാവതിയിലെത്താൻ എത്ര നേരം വേണം? ഇതുവരെ നീ എവിടെയായിരുന്നു? ഞാനെങ്ങും പോയിട്ടൊന്നുമില്ല. കള്ളം പറയുന്ന ഒരു ബേക്കറിക്കാരി. അടിച്ചിന്ന് ശരിയാക്ക വേണ്ടത്. നിന്നോട് ആര് പറഞ്ഞി അവനാശനം കാണാൻ പോവാൻ? അവനിങ്ങനെ തോന്നിയ ദിവസം കാണിച്ചാ പിന്നെ ഞാൻ മിണ്ടാതിരിക്കണം. എന്നിട്ടിപ്പോ എന്തായി? അവനെ തോൽപ്പിച്ചോ അതോ തല്ലിയോ? ഇടി, അവനൊരു സൈക്കോപാത്ത. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്തവൻ. അവനെ പോലെ ഒരുത്തന്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നു? നിനക്ക് നല്ല അടി കിട്ടാത്തതിന്റെ കേടാ. കഴിഞ്ഞോ നിങ്ങളുടെ വിചാരണ? അല്ല, ഞാൻ അവിടെ പോയതിന് നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? എന്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാൻ നോക്കുന്നവൻ ഇനി പോലീസ് സ്റ്റേഷനിലല്ല പട്ടാള ക്യാമ്പിലാണെങ്കിലും ഞാൻ പോവും. അവൾ നിന്റെ മാത്രം അനിയത്തിയല്ല, എന്റെ കൂടിയാ. അവളുടെ ജീവിതം തകർക്കാൻ ഒരുത്തൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഓഹോ, അങ്ങനെയാണോ? അതേത് വകയിലാ അവള് നിങ്ങളുടെ അനിയത്തിയാവുന്നേ? ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യയൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ? അതൊന്നും നിന്നോട് വിശദീകരിച്ച് പറയാൻ എനിക്ക് സൗകര്യമില്ല. എന്റെ അനിയത്തിയുടെ കാര്യം എന്നോടല്ലാതെ വേറെ ആരോടാ പറയേണ്ടത്? ഇനി ഒരു പെൺകുട്ടി അനിയത്തിയാവാൻ സ്വന്തം അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നോ ഭാര്യയുടെ അനിയത്തിയാകണമെന്നോ നിർബന്ധമൊന്നുമില്ല. ഈ കല്യാണം നടത്താമെന്ന് വാക്കുകൊടുത്തത് ഞാനാ. അവനെന്നല്ല, ആരെതിർത്താലും നിശ്ചയിച്ച സമയത്ത് തന്നെ ഞാൻ